ഹലോ ഡിയേഴ്സ്, +1 മാത്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ സമയമേ നമുക്ക് മുന്നിലുള്ളൂവെങ്കിലും നിങ്ങളുടെ കയ്യിൽ അടിപൊളി സ്ട്രാറ്റജീസ് ഉണ്ടോ, എങ്ങനെ പഠിക്കണമെന്ന കൃത്യമായ പ്ലാൻ ഉണ്ടോ, നിങ്ങൾക്ക് ഈ ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു പ്ലാൻ കൃത്യമായി നടപ്പാക്കാൻ സാധിച്ചാൽ A+ അല്ല അതിനപ്പുറവും നേടാവുന്നതേ ഉള്ളൂ. സോ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട ഒരു കിടിലൻ വീഡിയോ ആണ്. അപ്പോൾ ആദ്യമേ ഞാൻ പറയുകയാണ്, വെയിറ്റേജ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്, നോക്കി പോകരുത്. കാരണം ഇത്തവണ വലിയ വലിയ മാറ്റങ്ങളെ, ഉദാഹരണത്തിന് ഇപ്പോൾ ഫിസിക്സിന്റെ കേസ്, ഇന്നലെ നടന്ന എക്സാമിന്റെ കേസിനെ നമ്മൾ അങ്ങ് പറയാം. അതിനകത്തെ നോക്കൂ നിങ്ങൾ, ഇവിടെ സോളിഡ്സിലെ വളരെ ചെറിയ വെയിറ്റേജ് വരുന്ന ഒരു 3 മാർക്കൊക്കെ വെയിറ്റേജ് കാണാറുള്ളൂ. കണ്ടോ, 7ലേക്ക് പോയത് അതന്നെ ആ സ്പ്രിങ് ആയതുകൊണ്ട് ഞാൻ വർക്ക് എനർജിയിലോട്ട് മാറ്റിയതുകൊണ്ട്. അതല്ലെങ്കിൽ സ്പ്രിങ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റൻ അതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി കാണാനുണ്ടല്ലോ, അതിന്റെ തൊട്ട് മുന്നേ ഓക്സിലോ ആണ്, അതിന്റെ താഴെ ഇതിന്റെ ന്യൂമറിക്കലാണ്. അപ്പോൾ അത് ആ ഒരു സെക്ഷനിൽ സ്ട്രിങ് ആയിരിക്കാം ചിലപ്പോൾ അവർ ഉദ്ദേശിച്ച, പക്ഷേ സ്പ്രിങ് അതിനകത്ത് വന്നു പോയതാ, എന്തായാലും സ്പ്രിങ് ആണ്. അപ്പോൾ ഞാൻ മാറ്റിയതുകൊണ്ടാണ് 7 ആയത്. അതായത് എത്രയും കുറഞ്ഞ വെയിറ്റേജ് ഉള്ള ഈ സോളിഡ്സിന് പോലും 7 വന്ന് എന്ന് പറയുമ്പോഴേ, അത് മാത്രമല്ല മോഡലിന് വെയിറ്റേജ് ആണ് ഇത്. മോഡലിന് ലോസ് ഓഫ് മോഷൻ 9, എന്നിട്ട് കണ്ടോ പബ്ലിക്കിൽ 5, മാത്രമല്ല മോഡലിന് 1 ഡയമെൻഷന് 3, പബ്ലിക്കിന് അപ്പോൾ 6ലോട്ട് വന്ന്. അപ്പോൾ ഈ മോഡലിന്റെ വെയിറ്റേജ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നോക്കേണ്ട, വലിയ മാറ്റം ഉണ്ട് അതിനകത്ത്. മാത്രമല്ല ജനറലി നിങ്ങൾ വെയിറ്റേജ് എപ്പോഴും എന്ത് നോക്കുക, ജനറലി ഒരു ട്രെൻഡ് അറിയാൻ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റേജ് നോക്കാം. വെയിറ്റേജ് നോക്കണ്ട എന്ന് പറയുന്നില്ല, നമ്മൾ നോക്കണം. പക്ഷേ അത് എന്ത് ചെയ്യരുത്, കംപ്ലീറ്റ്ലി അതിനനുസരിച്ച് എന്ത് ചെയ്യരുത്, മൂവ് ചെയ്യരുത്. പകരം നമുക്ക് മാത്സിലെ സ്ട്രാറ്റജീസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. അപ്പം നമ്മൾ 1Kയിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ചെറിയ ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ചെറിയ ചാനലുകൾക്ക് ആ ഒരു വ്യൂവേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ടാണ് കയറി പോവുക. അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ലൈക്ക്, കമന്റ്, ഷെയർ, ഹൈപ്പ്, സബ്സ്ക്രിപ്ഷൻ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, 1K ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കിടിലൻ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്സിൽ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ 1K ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാനത് ചെയ്യുന്നതാണ്. അപ്പോൾ 1Kയുടെ റിവാർഡായിട്ട് ഞാനൊരു അടിപൊളി വീഡിയോ മാത്സിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളെ അതിനകത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യൂ. ഒപ്പം അതിനകത്ത് സെറ്റ്സിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം മാത്സിൽ ഏറ്റവും എളുപ്പമുള്ള ഷുവർ ആയിട്ടുള്ള ഒരു കാറ്റഗറി ക്വസ്റ്റൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് കാൽക്കുലേഷൻ അറിയാം, കണക്ക് കൂട്ടാൻ അറിഞ്ഞാൽ മതി, സെറ്റാണ്, 6 മാർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തായാലും നിങ്ങൾ പഠിക്കണം. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അത് പഠിക്കാം, അത് നിങ്ങളുടെ ചോയ്സ്. പക്ഷേ തൽക്കാലം ഞാൻ തുടക്കത്തിൽ നിന്ന് അങ്ങ് തുടങ്ങാമല്ലോ, സെറ്റ്സും ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ സെറ്റ്സ് അങ്ങ് തുടങ്ങാം. അപ്പോൾ സെറ്റ്സ് അങ്ങ് തുടങ്ങിയിട്ട് അവിടെ ഒരു 4 മാർക്ക്, പൊതുവേ ചിലപ്പോൾ സെറ്റ്സിൽ കഴിഞ്ഞ വർഷത്തെ വെയിറ്റേജ് ആണ്, ഇത് 7 മാർക്ക് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെറ്റ്സ് പക്ഷേ ഈ മോഡലിന് 3 ആണ്, നോക്കേണ്ട. പൊതുവേ 4 മാർക്ക് എന്തായാലും ഒരു ആവറേജ് 4 പ്രതീക്ഷിക്കാം. പിന്നെ റിലേഷൻ ഫംഗ്ഷനിലോട്ട് പോകാം. പക്ഷേ ഫംഗ്ഷൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ റിലേഷനിൽ എന്ത് ചെയ്യാം, ആ റിലേഷനിലെ ഭാഗങ്ങൾ പെട്ടെന്ന് സെറ്റ്സുമായി ബന്ധപ്പെട്ടതാണ്, അത് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഒരു 2 മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം 4, 2, 6 ആയില്ലേ. ഇനി ഫംഗ്ഷൻ ബുദ്ധിമുട്ടാണെങ്കിൽ തൽക്കാലത്തേക്ക് ഇപ്പം മാറ്റി വെച്ചോളൂ. പിന്നെ നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് പോകാമെന്നറിയുമോ, പിന്നെ സ്റ്റാറ്റിയിലോട്ട് പോകാം. ഞാൻ ആദ്യം സെറ്റ്സ് നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ സ്റ്റാറ്റിയിലോട്ട് പോകുമ്പം അവിടെ 4, 2, 6, 12 മാർക്കായി. പിന്നെ നിങ്ങൾക്ക് 3D ജോമെട്രിയിലോട്ട് പോകാം. അവിടെ 3 മാർക്ക്, അപ്പോൾ 15 ആയില്ലേ. അപ്പോൾ ആദ്യം നമ്മൾ പാസ് മാർക്ക് സെറ്റാക്കുന്നു, പിന്നെ ഡബിൾ പാസ് സെറ്റാക്കുന്നു, പിന്നെ A+ലോട്ട് പോകുന്നു, പിന്നെ അതിന് മുകളിലോട്ട്, അങ്ങനെ ആ രീതിയിൽ നമുക്ക് പോകാം. അപ്പോൾ ഇതിനകത്ത് 2 സ്ട്രാറ്റജീസ് ഉണ്ട്. ഇതിപ്പം അത്യാവശ്യം കുറച്ച് ടെൻഷന് പേടിയൊക്കെ ഉള്ളവർക്ക്, മാത്സ് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ആദ്യം പറയുന്ന സ്ട്രാറ്റജി. ഇനി സെക്കൻഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നല്ല കോൺഫിഡൻസ് ആണ്, മാത്സ് ഒക്കെ നല്ല, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഉള്ളവർക്കുള്ളൊരു സ്ട്രാറ്റജി ഞാൻ ലേറ്റർ പിന്നീട് പറയാം. എന്തായാലും ഇപ്പം നിങ്ങൾ ഇതിനകത്ത് മാത്സ് കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി, അതിനകത്ത് നിങ്ങൾക്ക് എക്സാമിനോടനുബന്ധിച്ച് ഒരു ടെൻഷൻ, സ്ട്രെസ് ഒക്കെ ഫീൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ സ്ട്രാറ്റജിയാണ് നല്ലത്. സോ നമ്മൾ 15 മാർക്കായില്ലേ. പിന്നെ നിങ്ങൾക്ക് ബൈനോമിയൽ തിയറം പഠിക്കാം. അത് ഭയങ്കര, അതിൻ്റെ ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, 3Dയും ബൈനോമിയലും ഒക്കെ അതിൻ്റെ ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. അപ്പം അതിനകത്ത് എന്തായി, 18 മാർക്കിലോട്ട് എത്തി. പിന്നെ നമ്പർ ഓഫ് ടേംസ് എത്രയുണ്ടെന്നുള്ള ആ ഒരു ചെറിയ കണക്കുകളൊക്കെ അതിനകത്തുള്ളൂ, കുറച്ചേ പഠിക്കാനുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ 18 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലോട്ട് പോകാം. അത് 7 മാർക്കാണ് വരാറുള്ളത്. മോഡലിന് 4 വന്നതെങ്കിലും നിങ്ങൾ പൊതുവേ അത് 7 വരാറുണ്ട്, 6, 7 ഒക്കെ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ തൽക്കാലം അപ്പോൾ 18ഉം 7ഉം നമുക്ക് 25ലോട്ട് എത്താം. അത് കഴിഞ്ഞാൽ അതുമായി ബന്ധമുള്ളതാണ് നമ്മുടെ പ്രോബബിലിറ്റി. അപ്പോൾ 25ഉം അതിൽ നിന്ന് മോഡലിന് 7 വന്നു, പക്ഷേ ഒരു 5 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 25ഉം 30 ആയില്ലേ. സോ ഇനി നമുക്ക് ഏതിലോട്ട് പോകണം, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് സീക്വൻസ് ആൻഡ് സീരീസ് എളുപ്പമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ പോകാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക്, ഞാനിപ്പം ഇതിനകത്ത് ലീനിയർ ഇനീക്വാലിറ്റിയാണ്, പെട്ടെന്ന് തീർക്കാവുന്ന 2 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ആ 2 ചാപ്റ്റേഴ്സ് അങ്ങ് തീരുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് അങ്ങ് കൂടില്ലേ. അപ്പോൾ അതുകൊണ്ട് ലീനിയർ ഇനീക്വാലിറ്റിയിലോട്ട് പോകാം. അപ്പോൾ 34 ആയില്ലേ. ഒപ്പം കോംപ്ലക്സ് നമ്പേഴ്സ്, അത് 4 മാർക്കിനൊക്കെ വരാറുണ്ട്. ലീനിയർ ഇനീക്വാലിറ്റി 3 അങ്ങനെയൊക്കെയാണ് വരാറുള്ളത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അപ്പം 37 എന്തായാലും അവിടെ ആയില്ലേ. ഇനി നിങ്ങൾക്ക് സീക്വൻസ് ആൻഡ് സീരീസിലോട്ട് വരാം. അപ്പം എന്തായി, 43 ആയില്ലേ. കോണിക് സെക്ഷൻ ഭയങ്കര എളുപ്പമാണ്, പിന്നീട് അതിലോട്ട് പോകാം. അപ്പം 43ഉം 7ഉം എത്രയായി, 43ഉം 7ഉം 50ലോട്ട് വന്നില്ലേ. അപ്പം 50ലോട്ട് വന്നു. ഇനി നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈനും അത്യാവശ്യം അതിനകത്ത് ചിലതൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എളുപ്പമാണ്. അപ്പം 57 ഇവിടെ തന്നെ ആയില്ലേ. ഇനി നിങ്ങൾക്ക് ട്രിഗണോമെട്രിയിലോട്ട് പോകാം.
അപ്പം ഇപ്പം അറൗണ്ട് നമുക്ക് എത്രയായി 25 ഇവിടെ വന്നിരുന്നു, ഇവിടെ 30 ആയിരുന്നു, 37 ആയിരുന്നു, 37 നിന്ന് നമ്മൾ സീക്വൻസിലോട്ട് പോയപ്പം 43 പോയി, പിന്നെ കോണി സെക്ഷനിലോട്ട് പോയപ്പം 50 പോയി, അതെ ഇപ്പം 57 വന്നു സ്ട്രെയിറ്റ് ലൈൻ റെഡി ആയപ്പോൾ. ഇനി ട്രിഗണോമെട്രിയിൽ ആ ഒരു മസ്റ്റ് ഷുവർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും എളുപ്പമുള്ള കാറ്റഗറി ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വേണം അതിനകത്ത് നോക്കാം. അപ്പം തന്നെ അതിനകത്ത് 57 പിന്നെ എക്സ്ട്രാ അതിനകത്ത് മുന്നോട്ടേക്ക് പോവുകയാണ്, A+ ഒക്കെ കടന്നു പോകാനുള്ള സമയമാണ്. ട്രിഗണോമെട്രിയിലോട്ട് പോകാം, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ എളുപ്പമുള്ള ഭാഗങ്ങൾ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഡിഫിക്കൽട്ട് സെക്ഷനിലോട്ടൊക്കെ പോകാം. അപ്പം നിങ്ങൾ 1 by 1 എന്ത് ചെയ്യുക, കടന്നു പോവുക. അതിനകത്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ചാപ്റ്റേഴ്സാണ്. അതിനകത്ത് ഒരു ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളെല്ലാം കവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ആദ്യം ഈ ഒരു രീതിയിൽ പാസ് മാർക്ക്, ഡബിൾ പാസ്, പിന്നെ ഫുൾ മാർക്കിലോട്ട് ഇങ്ങനെ സെറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ചാപ്റ്റേഴ്സ് എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ തന്നെ A+ ലെവലിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോന്നും സെറ്റാക്കി പഠിച്ചു പോവുക. മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുക. എക്സാമിന് പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ എല്ലാ ഫോർമുലയും എല്ലാത്തിലൂടെയും ഒന്ന് ഓടിച്ചു പോകാനും കൂടി സാധിക്കണം. തലേ ദിവസവും പോകുന്നതിൻ്റെ തൊട്ട് മുന്നുള്ള മണിക്കൂറുകളൊക്കെ റിവിഷന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു പാറ്റേൺ, ഇനിയിപ്പം ഞാൻ പറഞ്ഞു രണ്ടാമത്തെ പാറ്റേൺ, നല്ല മാത്സ് കോൺഫിഡൻ്റ് ആണ്, നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളവർക്ക് ഇപ്പം ഈ ഒരു ടൈമിൽ, ഇപ്പം നാളെയും മറ്റന്നാളൊക്കെ നിങ്ങൾ ഫൈനൽ ആ ഒരു ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുന്നേ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെൻഷനും പേടിയൊന്നും ഇല്ല, അത്യാവശ്യം കോൺഫിഡൻ്റ് ആണ്, മാത്സ് ഒക്കെ എളുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് ഇനി പഠിക്കാൻ ഉള്ള ഏരിയകൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് അത് പെട്ടെന്ന് തീർക്കാം. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഉദാഹരണത്തിന് ട്രിഗണോമെട്രി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഉണ്ടെങ്കിൽ, അങ്ങനെ ബുദ്ധിമുട്ടുള്ള കുറച്ച് വലിയ ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തീർത്തിട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിലോട്ട് പോകാം. പിന്നെ ഒന്നുകൂടി ചിലപ്പം എന്ത് ചെയ്യേണ്ടി വരും, ഈ ചെയ്ത ബുദ്ധിമുട്ടുള്ള സംഭവങ്ങൾ റിവൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിപ്പോൾ ആദ്യം തീർക്കാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഏത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത് താഴെ കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ സപ്പോർട്ട് 1K കഴിഞ്ഞാൽ കിടിലം വീഡിയോ വരും മാത്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളത് മറക്കേണ്ട. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. അപ്പം ഇതിനകത്ത് ഇനി എന്തെങ്കിലും നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും അതിനകത്ത് കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, അതിനകത്ത് ഇനിയിപ്പം ചിലതൊക്കെ എത്തിയില്ലെങ്കിൽ പോലും ഇമ്പോർട്ടൻ്റ് എങ്കിലും എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ചിലപ്പം അവസാനം പഠിച്ചാൽ എളുപ്പമുള്ളതായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്, മനസ്സിലായില്ലേ? മറ്റേത് നേരത്തെ പഠിച്ചു പോയി എളുപ്പമുള്ളതിന് ചിലപ്പം ഡിഫിക്കൽട്ട് വരാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ബട്ട് ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.